ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള നിർണായക കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. സർക്കാരും ഗവർണറും തമ്മിൽ സർവകലാശാല വിഷയങ്ങളിലടക്കം തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. സർക്കാരിന് കടുത്ത തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സർവകലാശാല വിഷയത്തിൽ സമവായം കണ്ടെത്താനാണ് കൂടിക്കാഴ്ച. വിശദാംശങ്ങളുമായി രാജ്ഭവന് മുന്നിൽ നിന്നും എസ് ശാലിനി ചേരുകയാണ്. ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ പല നിർണായക വിഷയങ്ങളിലും ഒരു സമവായം തേടുകയാണ് സർക്കാർ ചെയ്യുന്നത്. സർക്കാരിൻ്റെ പല നീക്കങ്ങൾക്കും ഗവർണർ വഴങ്ങുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഗവർണറുമായി ഒരു കൂടിക്കാഴ്ച മുഖ്യമന്ത്രി സമയം തേടിയത്. ഇപ്പോൾ ഒരു സമവായ കൂടിക്കാഴ്ച നടക്കുകയും ചെയ്യുന്നത്. ഏത് തരത്തിലാണ് കൂടിക്കാഴ്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇവിടെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഒരു രീതിയിലും സർക്കാരുമായി താൻ ഒരു തല്ലിനോ പ്രശ്നത്തിനോ ഒന്നുമില്ല, സമവായം എടുത്തുകൊണ്ട് സമാധാനത്തോടു കൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ ആ സമാധാനം കളഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്കും ഒക്കെ കാര്യങ്ങൾ പോയത്. കഴിഞ്ഞ മാസം 25-ാം തീയതി കേരള സർവകലാശാല ആസ്ഥാനത്ത് തിരുവനന്തപുരത്തെ ഒരു പൗരസമിതി സംഘടിപ്പിച്ച പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കങ്ങൾ, അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചു ആ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താനായി ഗവർണർ എത്തുമ്പോൾ ആ പരിപാടി അലങ്കോലമാക്കാനും ആ പരിപാടി റദ്ദ് ചെയ്യാനുമുള്ള രജിസ്ട്രാറുടെ നടപടി അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിച്ചു. ഈ ഘട്ടത്തിൽ കൂടിയാണ് വലിയ രീതിയിലുള്ള തർക്കത്തിലേക്ക് ഗവർണർ സർക്കാർ പോവുകയും ചെയ്തത്. ഈ ഘട്ടത്തിലാണ് ഒരു നിർണായക കൂടിക്കാഴ്ച ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നത്. രാജ്ഭവനിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ 3:30 എത്തുകയും ഈ അരമണിക്കൂർ പിന്നിടുന്നു ആ നിർണായക കൂടിക്കാഴ്ച എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഭരണസ്തംഭനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പരിഹാരം കാണുക എന്നുള്ളതാണ് നമ്മൾ ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്നാൽ അല്പസമയത്തിനകം തന്നെ ചർച്ച പൂർത്തിയാക്കി അല്ലെങ്കിൽ കൂടിക്കാഴ്ച പൂർത്തിയാക്കി ഗവർണർ കണ്ട് മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് റോഡൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് കടന്നു പോകാൻ. ഇന്നൊരു അവധി ദിവസമായിട്ട് പോലും ആ ഒരു നിർണായക ചർച്ച നടക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സർക്കാരിന്റെ തെറ്റായ കീഴ്വഴക്കങ്ങൾ, ആ തെറ്റായ കീഴ്വഴക്കങ്ങൾ, അധാർമികമായ നിലപാടുകൾ ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല എന്നുള്ള കർക്കശമായ നിലപാട് തന്നെയാണ് ഗവർണർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവർണർ പറഞ്ഞതുപോലെ തന്നെ ഭരണഘടനാ അനുസൃതമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. പക്ഷേ അതിനെ രാഷ്ട്രീയമായി ചിത്രീകരിക്കാനുള്ള ഒരു ഇടപെടലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ കാലയളവിലൊക്കെയും ഉണ്ടായത്. പക്ഷേ അതിന് കൃത്യമായ മറുപടി തന്നെയാണ് ഗവർണർ നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഒരു സമവായ നീക്കത്തിന് ഗവർണറെ സമീപിക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടായതല്ലേ? തീർച്ചയായും സുരേഷ്, അത് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് കേരള സർവകലാശാലയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കേരള സർവകലാശാലയിൽ കഴിഞ്ഞ 1 മാസത്തോളം അധികമായി നീണ്ടു നിൽക്കുന്ന ഭരണ പ്രതിസന്ധി, ഫയൽ നീക്കം അടക്കമുള്ള കാര്യങ്ങൾ സമാധാനപരമായി നടക്കുന്നില്ല. നിരവധി വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ, അവരുടെ ഭാവി പരിപാടികൾ അടക്കമുള്ള കാര്യങ്ങൾ മുടക്കുണ്ടാകുന്നു. ഒപ്പം തന്നെ കേരള സർവകലാശാലയിൽ ജീവനക്കാർക്കടക്കം എത്താൻ കഴിയാത്ത രീതിയിൽ SFI അടക്കമുള്ള സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ സമരം നടത്തുന്നു. VC ഡോക്ടർ മോഹൻ കുന്നുമേലിന് അങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നു. 20 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം എത്തി ഏകദേശം 1700-ലധികം വരുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ അദ്ദേഹം ഒപ്പുവെച്ച് മടങ്ങുമ്പോൾ ഒരു സമാധാന അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കണമെന്നൊരു ആവശ്യം മന്ത്രി തന്നെ ഇപ്പോൾ നടത്തുകയാണ്. ഭരിക്കുന്ന സർക്കാരിൻ്റെ അതേ വിദ്യാർത്ഥി സംഘടന നടത്തിയ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കണം, ഒപ്പം തന്നെ ഒരു സമവായം ഇക്കാര്യത്തിൽ ഉണ്ടാകണം, പ്രശ്നപരിഹാരം വേണമെന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യമായി വരുന്നു. ആ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ യോഗത്തിന് ശേഷം VCയെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിച്ചു വരുത്തി മന്ത്രി കാണുന്നു. ആ കണ്ടതിന് ശേഷം ഒരു സമവായം വേണമെന്ന് തീരുമാനമെടുക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറും മുഖ്യമന്ത്രിയും നേരിട്ട് കാണും, അവർ ഈ പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹാരം കാണുമെന്നുള്ളൊരു സൂചന മന്ത്രി തന്നെ നൽകുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിൽ തുടർന്ന മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഗവർണറും കേരളത്തിലേക്ക് തിരിച്ചെത്തിയ ശേഷം ഇന്ന് 3:30 അതിനുള്ള നിശ്ചയിച്ച സമയം കണ്ടെത്തുകയും ഇന്നിപ്പോൾ ആ ഒരു കൂടിക്കാഴ്ച അരമണിക്കൂർ പിന്നിടുകയും ചെയ്യുന്നത്. 2 സർവകലാശാലകളിൽ VCമാരില്ല. കേരള ടെക്നിക്കൽ സർവകലാശാലയിലും ഒപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയിലും അടക്കം ഡിജിറ്റൽ സർവകലാശാലയിലും അടക്കം 2 സർവകലാശാലകളിൽ VCമാർ ഇല്ലാത്ത സാഹചര്യം, നിരവധി സർവകലാശാലകളിൽ താൽക്കാലിക VCമാർ തുടരുന്ന സാഹചര്യം, അതൊക്കെ പരിഹരിക്കണമെന്നൊരു ആവശ്യം ഇപ്പോൾ മുഖ്യമന്ത്രി ഗവർണറോട് ആവശ്യപ്പെടും. സർക്കാർ നൽകേണ്ട നോമിനികൾ ഉടൻ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നൽകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ VCമാരെ നിയമിക്കാനുള്ള നടപടികൾ രാജ്ഭവൻ എടുക്കുമോ, അതോ ഇന്നത്തെ ഈ ഒരു മഞ്ഞുരുകാനുള്ള ചർച്ച വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. പ്രത്യേകിച്ച് കേരള സർവകലാശാലയിലടക്കം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ നടത്തിയ
പ്രതിഷേധ സമരങ്ങൾ. SFI അവിടെ അതിക്രമം നടത്തുന്നു. VCയും താൽക്കാലിക VCയും രജിസ്ട്രാറെ അടക്കമുള്ളവരെ വലിയ രീതിയിൽ കയ്യേറ്റം ചെയ്യാനുള്ളൊരു ജോയിന്റ് രജിസ്ട്രാറെ അടക്കമുള്ളവരെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പൊതുമുതൽ നശിപ്പിക്കുന്ന രീതിയിൽ ക്യാമ്പസിൻ്റെ പല ഭാഗങ്ങളും നശിപ്പിച്ചുകൊണ്ട് കേടുപാടുകൾ സംഭവിച്ച് ആ കോളേജിനുള്ളിലേക്കും ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തേക്കും ഒക്കെ എത്തുന്നു. അവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇനി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല. എങ്ങനെ ഒരു പ്രശ്ന പരിഹാരം കണ്ടെത്താം? അതിന് ഗവർണറെ തന്നെ തേടേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ചാൻസലർ കൂടിയായ ഗവർണർ തന്നെ അതിനൊരു പരിഹാരം കാണേണ്ടിയിരിക്കുന്നു എന്നൊരു രീതിയിൽ ഇപ്പോൾ ഈ അനുരഞ്ജന ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രതിഷേധ സമരങ്ങൾ തുടർന്നു. ആ പ്രതിഷേധ സമരങ്ങൾ തുടർന്നപ്പോൾ ഒരു രീതിയിലും പോലീസ് ഈ പ്രതിഷേധക്കാരെ കയ്യേറ്റം ചെയ്യാനോ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാതെ ഇരുന്നത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ വഴിവെക്കുകയും ചേർന്നു. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇന്നലെ രാജ്ഭവൻ ഇടപെടുകയും കഴിഞ്ഞ ദിവസം അവിടെ VC എത്തിയപ്പോൾ ഒരു രീതിയിലുമുള്ള പ്രതിഷേധ സമരങ്ങൾ SFI നടത്താതെ ഇരിക്കുകയും ചെയ്തത്. പോലീസ് അധിക സുരക്ഷ നൽകുകയും ചെയ്യുന്നതിലും അതിനൊക്കെ ശേഷം ഒരു അനുരഞ്ജന ചർച്ചയിലേക്ക് പോവുകയാണ്. പ്രശ്നപരിഹാരം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന സാഹചര്യം. അപ്പോൾ ഒരു പ്രശ്നപരിഹാരം നടത്തിക്കൊണ്ട് പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ വരുന്നത്. ആ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രാജ്ഭവനിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും മഞ്ഞുരുകുമോ ഈ കൂടിക്കാഴ്ചയിൽ, അതോ മറ്റ് പ്രശ്നങ്ങൾക്ക് ശാലിനി പറഞ്ഞതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു കേരള VCയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ മന്ത്രി ബിന്ദു നിലപാട് മയപ്പെടുത്തുന്ന സമീപനവും കണ്ടു. കാരണം ഒരു തുറന്ന പോരിലേക്ക് നീങ്ങാനായിരുന്നു ബിന്ദുവും സർക്കാർ ശ്രമിച്ചത്. പക്ഷേ ആ പോരിൻ്റെ തുടക്കത്തിൽ തന്നെ അടിയേൽക്കുന്ന അല്ലെങ്കിൽ തിരിച്ചടി ആവർത്തിച്ച് കിട്ടിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യം, ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സമവായം, ആ സമവായം തന്നെയാണ് മന്ത്രി ബിന്ദുവും VC മോഹനൻ കുന്നുമ്മലുമുണ്ടായ ആ ഒരു കൂടിക്കാഴ്ചയിലും ആ ചർച്ചയിലും ഉണ്ടായത്. അത് തന്നെയാണ് ഒരു മഞ്ഞുരുകലിൻ്റെ ആദ്യപടിയായി നമുക്ക് കാണേണ്ടതും, അല്ലേ? തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർന്ന പ്രശ്നങ്ങളിൽ തൻ്റെ നിലപാട് ആവർത്തിക്കുന്ന ഒരു സമീപനം തന്നെയാണ് VC ഡോക്ടർ മോഹൻ കുന്നുമേൽ സ്വീകരിച്ചത്. 20 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് മടങ്ങുമ്പോഴും മാധ്യമപ്രവർത്തകരോടും മന്ത്രി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ മന്ത്രിയോട് പറഞ്ഞ ഒരേ കാര്യമുള്ളത്, താൻ സസ്പെൻഡ് ചെയ്തൊരു വ്യക്തിയാണ് രജിസ്ട്രാർ KS അനിൽകുമാർ. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രഥമ ദൃഷ്ട്യാ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റ് സമ്മതിച്ചുകൊണ്ട് സസ്പെൻഷൻ അംഗീകരിച്ചുകൊണ്ട് മാറി നിൽക്കണം. ഇല്ലെങ്കിൽ താനൊരു അനുരഞ്ജന നീക്കത്തിനും തയ്യാറല്ല എന്നുള്ളതാണ് VC ഡോക്ടർ മോഹൻ കുന്നുമേൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. എന്തായാലും അദ്ദേഹം ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഒപ്പം തന്നെ ഒരു അനുരഞ്ജന നീക്കത്തിലേക്ക് സർക്കാർ ഈ ഘട്ടത്തിൽ കടക്കുകയും ചെയ്യുന്നു. എന്തായാലും സമവായ ചർച്ച ഇപ്പോൾ നടക്കുകയാണ് ഈ രാജ്ഭവനുള്ളിൽ. അത് ഏത് തരത്തിലായിരിക്കും ഈ വാർത്തകൾ പുറത്തേക്ക് വരിക എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഈ സർവകലാശാല VCമാരില്ലാത്ത സർവകലാശാലകളുടെ നിയമനവുമായി ഇനി സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയണം. ഒപ്പം തന്നെ താൽക്കാലിക VCമാർ തുടരുന്ന സർവകലാശാലകളുടെ VCമാരുടെ നിയമനത്തിൽ ഒരു വ്യക്തത വരണം. ഒപ്പം തന്നെ കേരള സർവകലാശാലയിൽ തുടരുന്ന ഭരണസ്തംഭനം, അധികാര തർക്കം, ഇപ്പോഴും രജിസ്ട്രാർ ആര്, ജോയിന്റ് രജിസ്ട്രാർ ആര് എന്നുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. പല ഘട്ടങ്ങളിലും ഫയൽ നീക്കം അടക്കമുള്ള കാര്യങ്ങൾ സസ്പെൻഷനിലിരിക്കുകയും അവിടെ എത്തി KS അനിൽകുമാർ സ്തംഭിപ്പിച്ചതിലുള്ള വിമർശനം, പ്രതിഷേധമൊക്കെ VC ഡോക്ടർ മോഹൻ കുന്നുമേലിനുണ്ട്. ഫയൽ നീക്കത്തിനടക്കമുള്ള ഇതിൻ്റെ ലിങ്കും അതിൻ്റെ ID-കളും കൈമാറാത്തതിലുള്ള വിമർശനം അവിടെയുണ്ട്. ഒപ്പം തന്നെ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ കുറ്റക്കാരനെന്ന് താൻ പറഞ്ഞിട്ടില്ല, പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സസ്പെൻഷൻ ഒരു ശിക്ഷാ നടപടിയല്ല എന്ന് VC പറയുമ്പോഴും അത് അംഗീകരിച്ച് മാറി നിൽക്കാൻ അനിൽകുമാർ തയ്യാറായിട്ടില്ല. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അനിൽകുമാറിനെ അവധിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ടൊരു അനുനയ നീക്കത്തിനാണ് സർക്കാർ തയ്യാറാകുന്നത് എന്നുള്ളതാണ്. ആ അനുനയ നീക്കങ്ങൾ ഇന്ന് ഗവർണറുമായി ചർച്ച ചെയ്യുമ്പോൾ ഗവർണർ ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കും എന്നുള്ളതും കണ്ടറിയണം. എന്തായാലും ഈ പ്രശ്നങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായപ്പോൾ പലപ്പോഴും മൗനം പാലിച്ച ഒരു നിലപാടാണ് ചാൻസലർ കൂടിയായ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. VC തീരുമാനമെടുക്കട്ടെ എന്നൊരു നിലപാട് പല ഘട്ടങ്ങളിലും ഗവർണർ സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ പന്ത് ഗവർണറുടെ കോർട്ടിലാണ്, VCയുടെ കോർട്ടിലാണ്. ഇനി ഏത് തരത്തിലുള്ള നിലപാടും നിർണായകമായിട്ടുള്ള നീക്കങ്ങളും നടപടികളും ഗവർണറും VCയും സ്വീകരിക്കും എന്നുള്ളതാണ് വരും മണിക്കൂറിൽ കണ്ടറിയേണ്ടത്. എന്തായാലും അവധി ദിവസമായിട്ടും അനുരഞ്ജന നീക്കവുമായി മുഖ്യമന്ത്രി എത്തുന്നു. പല ഘട്ടങ്ങളിലും VCയെ വിമർശിച്ചുകൊണ്ട്, ഗവർണറെ വിമർശിച്ചുകൊണ്ട് കാവ്യവൽക്കരണമാണ് ഗവർണറും ഒപ്പം തന്നെ VCയും സർവകലാശാലകളിൽ നടത്തുന്നു എന്ന് പറഞ്ഞ അതേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ഈ ഒരു അനുരഞ്ജന നീക്കത്തിനുള്ള ചർച്ചയ്ക്ക് കളമൊരുക്കിയത് എന്നുള്ളതാണ്
എടുത്തു പറയേണ്ടത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടാകും. ഒപ്പം തന്നെ അനുരഞ്ജന നീക്കത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് SFI തുടർന്ന് വന്ന പ്രതിഷേധങ്ങൾ VC-ക്കെതിരെ അവസാനിപ്പിച്ചതും ഒരു സമവായത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകൾ കൂടിയാണ്. എന്തായാലും CPM കൂടി ഇടപെട്ടു വിഷയത്തിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വിഷയത്തിൽ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ നിർണായകമായ കൂടിക്കാഴ്ച ഇപ്പോൾ രാജ്ഭവനിൽ നടക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയും പല ഘട്ടങ്ങളിലും കാവ്യവൽക്കരണം നടക്കുകയാണ്. ഗവർണറുടെ കാവ്യവൽക്കരണം സർവകലാശാലകളിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ അതേ മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ, പ്രശ്നങ്ങളിൽ ഒരു സമവായം കാണാൻ ഇതേ ഗവർണറുടെയും ചാൻസലറുടെയും അടുത്തേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പല ഘട്ടങ്ങളിലും ഗവർണറെ വിമർശിച്ച അതേ മുഖ്യമന്ത്രി തന്നെ ഒരു അനുനയ നീക്കത്തിന് രാജ്ഭവനിലേക്ക് എത്തുമ്പോൾ മഞ്ഞുരുകാനുള്ള സാധ്യതകൾ, ഒപ്പം തന്നെ പ്രശ്നങ്ങൾ തങ്ങൾ ഒതുക്കുകയാണ്, ഇനി തീരുമാനമെടുത്ത് ചാൻസലർ മുന്നോട്ട് പോകുക എന്നുള്ളൊരു സൂചന കൂടി ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാലും അരമണിക്കൂറിലധികം പിന്നിട്ടിരിക്കുന്നു ഈ നിർണായക കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഔദ്യോഗിക വസതിയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഔദ്യോഗിക വസതിയിൽ നിന്ന് തന്നെയാണ്, ക്ലിഫ് ഹൗസിൽ നിന്ന് തന്നെയാണ് മുഖ്യമന്ത്രി രാജ്ഭവനിലേക്ക് എത്തിയത്. അവിടെ നിന്ന് തിരികെ എത്തിക്കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള നടപടി ഇനി ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രി നടത്തും, നിയമനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് തന്നെ പട്ടിക രാജ്ഭവനിലേക്ക് കൈമാറുമോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഉറ്റുനോക്കുകയാണ്. നിർണായകമായ കൂടിക്കാഴ്ചയാണ്, ഒരു മഞ്ഞുരുകലിന്റെ സൂചന തന്നെയാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നതും.